ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6 ബയോളജിയിലെ വാട്ടർ എന്ന് പറയുന്ന ലെസണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് എന്നാണ് വേൾഡ് വാട്ടർ ഡേ എന്നൊക്കെയാണ് പറയുന്നത്. സോ നമുക്കൊന്ന് നോക്കാം. 22 മാർച്ച് ഇസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് വാട്ടർ ഡേ. അപ്പോൾ ലോകമെമ്പാടും 22 മാർച്ചിനാണ് വേൾഡ് വാട്ടർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് വാട്ടർ റെക്കമെൻഡഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻ ഫോർ ഡ്രിങ്കിങ്, വാഷിംഗ്, കുക്കിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ ഹൈജീൻ ഇസ് മിനിമം ഓഫ് 50 liters പെർ എ പേഴ്സൺ പെർ ഡേ. അപ്പോൾ ഒരാൾക്ക് 50 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം വേണം ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും നടക്കാൻ, കുടിക്കാൻ, കുളിക്കാൻ, കുക്ക് ചെയ്യാൻ, അതേപോലെ തന്നെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരു 50 ലിറ്റർ ഓഫ് വാട്ടർ ഒരാൾക്ക് വേണം. ഓക്കെ, year 2003 was observed as the International Year of Fresh Water to make people aware of dwindling the natural resources. അപ്പോൾ നാച്ചുറൽ റിസോഴ്സ് ഡിസ്ട്രോയ് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2003 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫ്രഷ് വാട്ടർ ആയിട്ട് നമ്മൾ ആചരിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഹൗ മച്ച് വാട്ടർ ഇസ് അവൈലബിൾ. നമുക്ക് എന്തോരം വെള്ളം അവൈലബിൾ ആണ്? അബൌട്ട് 71% ഓഫ് എർത്ത് സർഫസ് ഇസ് കവേർഡ് വിത്ത് വാട്ടർ. അപ്പം 70% കൂടുതൽ നമുക്ക് എന്തുണ്ട്? വെള്ളമുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ദ വാട്ടർ ഓൺ ദ എർത്ത് ഈസ് പ്രസൻറ്റ് ഇൻ സീ, ഓഷ്യൻ, റിവർ, ലേക്ക്, ഐസ് ക്യാപ്സ്, ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സം ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ വെള്ളം എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്ത് പോയേക്കുന്നത്? സീയിലെ കടൽ വെള്ളം, ഓഷ്യൻ, റിവറായിട്ട് പോയിട്ടുണ്ട്, ലേക്കിലെ വെള്ളം, ഐസ് ക്യാപ്സ്, ഗ്രൗണ്ട് വാട്ടർ, പിന്നെന്താണ് നമ്മുടെ വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിൽ കുറച്ചുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാനും നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ല. മോസ്റ്റ് ഓഫ് ദിസ് ഇസ് നോട്ട് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്, അല്ലേ? ഇപ്പോൾ ഓഷ്യനിൽ എടുത്താൽ തന്നെ എന്ത് സംഭവിക്കും? ഓഷ്യനിലെടുത്താൽ തന്നെ ഇറ്റ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ബിക്കോസ് എന്താണ് അതിൽ ഉപ്പാണ്. ഉപ്പുവെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല. പിന്നെ ഫിൽട്രേഷൻ അങ്ങനെ പല പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുടിക്കുന്ന കണ്ടീഷനിൽ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, റഫ്ലി 0.006% ഓഫ് വാട്ടർ ഈസ് അവൈലബിൾ ഫോർ യൂസ്. അത്രയും വെള്ളം മാത്രമാണ് നമുക്ക് എന്ത് ഉള്ളൂ? നമ്മുടെ യൂസിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാത്ത വെള്ളമൊക്കെ നമുക്ക് യൂസ്ഫുൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ചാർട്ട് കാണിച്ചിരിക്കുന്നത്. അതിലപ്പോൾ ടോട്ടൽ 70.8 എന്ന് പറഞ്ഞാൽ 71% ഓഫ് ദ എർത്തിൻ്റെ ഭാഗം മൊത്തം എന്താണ്? വാട്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വേർ ഇസ് വാട്ടർ സ്റ്റോർഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓഷ്യനിലെ വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? സലൈനാണ് എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ കണ്ടൻ്റാണ്. ഇനി ഫ്രഷ് വാട്ടർ ആകെ 2.5% ഉള്ളൂ. ഈ 2.5%-ലുള്ള വെള്ളം പിന്നെയും ഗ്ലേഷ്യേഴ്സും ഐസ് ക്യാപ്സ് ആയിട്ട് പിന്നെയും പോവും. പിന്നെന്താണ്? ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് പോവും. അതേപോലെ തന്നെ സർഫസ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളായിട്ട് പോവും. അതിൽ തന്നെ ഈ സർഫസ് വാട്ടർ പിന്നെയും ഡിവൈഡഡ് ആയിട്ട് പോവും, അല്ലേ? എങ്ങനെയൊക്കെയാണ്? ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് പോവും, പിന്നെയും ലേക്കുകളിലെ വാട്ടർ, പിന്നെന്താ സോയിലിൻ്റെ നനവ്, സ്വാം മാർഷസ്, റിവർ, ചതുപ്പ് സ്ഥലങ്ങൾ, ലിവിങ് തിങ്സിലുള്ള വെള്ളം, അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളം ഒക്കെ ആയിട്ട് ഇങ്ങനെ വാട്ടർ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ 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 ചെറുതായിരിക്കും. ഓക്കെ, ഇനി ഫോംസ് ഓഫ് വാട്ടർ. എത്ര ഫോംസ് ഓഫ് വാട്ടർ ഉണ്ട് നമുക്ക്? വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ സോളിഡ്, ദാറ്റ് ഈസ് സോളിഡായിട്ട് എങ്ങനെ? സ്നോവും ഐസും ഒക്കെ. ലിക്വിഡായിട്ട് ഓഷ്യൻ, ലേക്സ്, റിവേഴ്സ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ ഒക്കെ ലിക്വിഡ് ഫോമിലാണ്. ഗേഷ്യസ് ഫോമിൽ വാട്ടർ വേപ്പർ. ഓക്കെ, ദ കണ്ടിന്യൂസ് സൈക്കിൾ ഓഫ് വാട്ടർ എമംഗ് ദ 3 ഫോംസ് കീപ്സ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് കോൺസ്റ്റൻ്റ്ലി. അപ്പോൾ എന്താണ്? ഈ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഈ സൈക്കിൾ കാരണം നമ്മുടെ ഓരോ ഫോംസും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ എല്ലാവരും കൂടി ഇത് കീപ്സ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് തന്നെ എർത്തിലുള്ള വാട്ടർ എങ്ങും നഷ്ടപ്പെടില്ല. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു വാട്ടർ സൈക്കിളിൻ്റെ ഉള്ളിൽ നിന്നോളും. ഓക്കെ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വാട്ടർ കാണിച്ചിരിക്കുകയാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് വേപ്പർ. ഓക്കെ, ഗ്യാസ് വേപ്പർ ഒക്കെ കൂടി കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ,
ഗ്രൗണ്ട് വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ. എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ ആയിട്ട് മാറുന്നത്? ബിക്കോസ് ദ അപ്പർ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ ഈസ് കോൾഡ് വാട്ടർ ടേബിൾ. അപ്പോൾ ഏറ്റവും പൊക്കത്തെ ലെവൽ ഓഫ് വാട്ടറിന് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് വിളിക്കും. വാട്ടർ ടേബിൾ വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. പല സ്ഥലത്തും വാട്ടർ ടേബിൾ മാറും. ദ വാട്ടർ ഫൗണ്ട് ബിലോ ദ വാട്ടർ ടേബിൾ ഈസ് നോൺ ആസ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ വാട്ടർ ടേബിളിൻ്റെ അടിയിലുള്ള വെള്ളത്തിന് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് വിളിക്കും. വെൻ റെയിൻ വാട്ടർ ആൻഡ് വാട്ടർ ഫ്രം ദ റിവേഴ്സ് പോണ്ട് സീപ്സ് ത്രൂ ദ സോയിൽ ആൻഡ് ഫിൽസ് ദ എംപ്റ്റി സ്പേസ് ആൻഡ് ക്രാക്സ് ഡീപ് ബിലോ ദ ഗ്രൗണ്ട്, ദിസ് ഇസ് നോൺ ആസ് ഇൻഫിൽട്രേഷൻ. അപ്പം മഴവെള്ളം താഴോട്ട് ഇറങ്ങി ഈ അടിയിലുള്ള എല്ലാ പൊത്തുകളും ഒക്കെ അടഞ്ഞ് പോകുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ദർ ആർ സം പ്ലേസസ് വെർ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇസ് സ്റ്റോർഡ് ബിറ്റ്വീൻ ദ ലെയർ ഓഫ് ഹാർഡ് റോക്ക് ആൻഡ് ബിറ്റ്വീൻ ദ വാട്ടർ ടേബിൾ. അപ്പോൾ ഒരു ലെയറിൽ ഗ്രൗണ്ട് വാട്ടർ ഇസ് സ്റ്റോർഡ് എവിടെയാണ്? കട്ടിയായിട്ടുള്ള ഹാർഡ് റോക്കിൻ്റെയും അതേപോലെ തന്നെ വാട്ടർ ടേബിളിൻ്റെ ഇടയ്ക്ക് ഒരു ലെയർ ഓഫ് വാട്ടർ ഉണ്ട്. അതിൻ്റെ പേരാണ് അക്യുഫർ. ദിസ് വാട്ടർ ക്യാൻ ബി പംപ്ഡ് ഔട്ട് യൂസിങ് ഹാൻഡ് പമ്പ്സ് ആൻഡ് ട്യൂബ്വെൽസ്. അതിനെയാണ് നമ്മൾ ഈ ഹാൻഡ് പമ്പ്സും അതേപോലെ തന്നെ ട്യൂബ്വെൽസ് ഒക്കെ യൂസ് ചെയ്ത് പമ്പ് ചെയ്ത് കുഴൽ കിണറൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെയുള്ള വാട്ടറാണ്. അക്യുഫയറിലുള്ള വാട്ടറാണ് നമ്മൾ ജസ്റ്റ് പമ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇത് ഗ്രൗണ്ട് വാട്ടർ, ഇത് നമ്മുടെ വാട്ടർ ടേബിൾ ഗ്രൗണ്ട് വാട്ടർ അത് കാണിച്ചിരിക്കുകയാണ് ജസ്റ്റ്. ഇനി എന്തുകൊണ്ടാണ് വാട്ടർ ടേബിളിലുള്ള ഡിപ്ലീഷൻ, എന്തുകൊണ്ടാണ് വാട്ടർ ടേബിളിലെ അളവ് കുറയുന്നത്? ഓക്കെ, ഫസ്റ്റ് കാരണം ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ. ദർ ഇസ് എ ഇൻക്രീസ് ഡിമാൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ, ഹൗസ്, ഷോപ്സ്, ഓഫീസസ്, roads, pavements. Due to this, open area like park, playgrounds have decreased. Hence, the seepage of rainwater into the ground also decreased. Huge amount of water is required for the construction work. അപ്പോൾ എന്താണ്? പോപ്പുലേഷൻ കൂടുന്നു. പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് വലിയ വലിയ ഫ്ലാറ്റുകളും വലിയ വലിയ വീടുകളും ഒക്കെ എന്ത് ചെയ്തു? കട്ടായിട്ട് നല്ല നിരത്തി പണിത് കൂട്ടുന്നു അല്ലേ? റോഡുകളും ഒക്കെ കൂട്ടുന്നു. അത് കാരണം എന്ത് സംഭവിക്കും? നമ്മുടെ മഴവെള്ളം താഴോട്ട് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് എന്താണ്? നമ്മളിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കട്ടകളൊക്കെ വിരിക്കും അല്ലേ? ഫ്രണ്ടിൽ നല്ല ഭംഗിയായിട്ട് കട്ടകളൊക്കെ വിരിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം നല്ല രീതിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലേ ഗ്രൗണ്ട്സ്, പാർക്സ് ഇതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡിക്രീസ് ചെയ്ത് എല്ലാവരും ടെറഫിലും അവിടെ ഇടയ്ക്കാണ് കളിക്കുന്നത്. അപ്പം എന്താണ്? പിന്നെയും വെള്ളം ഇറങ്ങാനുള്ളൊരു സാധ്യത അവിടെയൊക്കെ പോയി അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ റെയിൻ വാട്ടർ ഇതിൽ ഡിക്രീസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിനാണെങ്കിൽ തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ തന്നെ വേണം ഒരു കൺസ്ട്രക്ഷൻ വർക്കിനാണെങ്കിൽ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, ഇൻക്രീസ് ഇൻ ഇൻഡസ്ട്രീസ്. Water is used all industries. As the industries are increasing continuously, there is no more need of water. അപ്പോൾ ഇൻഡസ്ട്രീസിൽ നല്ല രീതിക്ക് വാട്ടറിൻ്റെ ആവശ്യമുണ്ട്. ഇൻഡസ്ട്രീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തും കൂടും? വാട്ടറിൻ്റെ ആവശ്യവും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. എന്താണ്? കൃഷി സംബന്ധമായ പല കാര്യങ്ങളും. എന്താണ്? മെജോറിറ്റി ഓഫ് ദ ഇന്ത്യൻ ഫാമേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ റെയിൻ ഫോർ ഇറിഗേഷൻ ദെയർ ക്രോപ്സ്. മഴേനാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രോപ്സ് നനക്കാൻ വേണ്ടിയിട്ട്. ദർ ആർ കനാൽസ്, പല ടൈപ്പ് ഓഫ് കനാൽസ് ഉണ്ട് ഇറിഗേഷന് വേണ്ടി. ഡ്യൂ ടു എറാറ്റിക് റെയിൻഫാൾ കനാൽസ് ഓൾസോ ലാക്ക് വാട്ടർ, സോ ദ ഫാമർ ഡിപ്പെൻഡ് ഓൺ ഗ്രൗണ്ട് വാട്ടർ ഫോർ ഇറിഗേഷൻ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ നല്ല രീതിക്കുള്ള റെയിൻഫാൾ കിട്ടാത്തത് കൊണ്ട് തന്നെ കനാൽസിലുള്ള വെള്ളം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് ഗ്രൗണ്ട് വാട്ടർ എടുക്കേണ്ടി വരും. ഓക്കെ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഓഫ് അഗ്രികൾച്ചർ. പോപ്പുലേഷൻ കൂടുമ്പോഴാണല്ലോ നമ്മൾ അഗ്രികൾച്ചർ അതിന് മാത്രം ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് റീസൺ? ഡിപ്ലീഷൻ ഓഫ് ദ വാട്ടർ ടേബിൾ. വാട്ടറിൻ്റെ അളവിൽ ഡിപ്ലീഷനാണ് നടക്കുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ എങ്ങനെയാണ്? The distribution of water all over the world, the globe is different. It depends on many factors. പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ. ഒരു കാരണമാണ് അതിന് റെയിൻഫാൾ. എന്തുകൊണ്ടാണ്? ചില സ്ഥലത്ത് നല്ല രീതിക്ക് മഴ കിട്ടും, ചില സ്ഥലത്ത് ചെറിയ രീതിക്കേ മഴ കിട്ടുള്ളൂ. ഡെസേർട്സിലൊക്കെ ആണെങ്കിൽ ചെറിയ രീതിക്കേ മഴ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ. ഡിപ്പെൻഡ്സ് ഓൺ പ്ലേസസ്. നമ്മൾ ഗ്ലോബിൻ്റെ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് അവിടെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും. സ്ഥലം ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ, പല കാര്യങ്ങളും, വെതറൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വാട്ടർ മാനേജ്മെൻറ്റ്. എന്താണ് വാട്ടർ മാനേജ്മെൻറ്റ്? വാട്ടർ ഈസ് സപ്ലൈഡ് ബൈ വെൽ പൈപ്ഡ് സിസ്റ്റം അല്ലേ?
പൈപ്പ് സിസ്റ്റം വഴിയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഓക്കെ, ലീക്കിംഗ് ഓഫ് പൈപ്പ് സപ്ലൈസ് കോസസ് ലോസ് ഓഫ് വാട്ടർ ആൻഡ് ലെസ് വാട്ടർ അവൈലബിൾ ഫോർ ഹൗസ് ഹോൾഡ്. അപ്പോൾ ആ പൈപ്പ്സിലൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നത് കുറവായിരിക്കും. അതേപോലെ തന്നെ വെള്ളം കുറയും. The wastewater also occur at individual levels like while brushing, teeth, shaving, etc. അതേപോലെ തന്നെ നമ്മൾ ധാരാളം വെള്ളം വേസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ബ്രഷ് ചെയ്യുമ്പോൾ, ഷേവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഒക്കെ ധാരാളം വെള്ളം കളയും. ഓക്കെ, ലീക്കിംഗ് ഓഫ് വാട്ടർ ടാപ്സ് ഓൾസോ കോസസ് ഹ്യൂജ് വേസ്റ്റേജ് ഓഫ് വാട്ടർ. ടാപ്സിൻ്റെ ലീക്കേജ് കാരണം നല്ല രീതിക്ക് വെള്ളം നഷ്ടപ്പെടും. ഓക്കെ, ഇനി റെയിൻ വാട്ടർ ക്യാൻ റീചാർജ് ദ ഗ്രൗണ്ട് വാട്ടർ. റെയിൻ വാട്ടർ കാരണം നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ റീചാർജ് ചെയ്യാം. അതെങ്ങനെയാണ്? ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ബവാരി ഈസ് എ ട്രഡീഷണൽ വേ ഓഫ് കളക്ടിങ് വാട്ടർ വിച്ച് ഈസ് പ്രാക്ടീസ് ടിൽ ഡേറ്റ്സ് ഇൻ വില്ലേജസ്. സം ഓഫ് ദ പ്ലേസസ് ബവാരി ഈസ് വെൽ into disuse and garbages starting filling in this reservoirs. അപ്പോൾ ഒരു ട്രഡീഷണൽ വേ ഓഫ് കളക്ടിങ് വാട്ടർ ആണ് ബൗറി. ഓക്കെ, അതെപ്പോഴും ചില വില്ലേജസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്യൂ ടു ദ വാട്ടർ സ്കേഴ്സിറ്റി ദർ ഹാവ് ബീൻ റിവൈവ്ഡ്. അപ്പോൾ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പുതിയ ടെക്നിക്സ് ഒക്കെ അഗ്രികൾച്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് വൺ ഇസ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് വാട്ടറിംഗ് പ്ലാന്റ് യൂസിങ് എ നാരോ ട്യൂബിംഗ് വിച്ച് ഡെലിവേഴ്സ് വാട്ടർ ഡയറക്ട്ലി അറ്റ് ദ ബേസ് ഓഫ് ദ പ്ലാന്റ്. ഡയറക്ട്ലി ബേസിലോട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് രീതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് വെള്ളമാണ് നഷ്ടപ്പെടുത്തുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു അല്ലേ. ഇത് നമ്മുടെ വീടാണ്. അപ്പോൾ വീടിൻ്റെ പൊക്കത്ത് എൻക്ലോസ് സിമെൻറ്റ് വെച്ചിട്ടൊരു കാച്ച്മെൻറ്റ് ഏരിയ കൊടുക്കുക. അതിൻ്റെ താഴോട്ടൊരു റെയിൻ വാട്ടർ സ്റ്റോറേജ് ഒരു പൈപ്പ് കണക്ട് ചെയ്യുക അതിലോട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ റെയിൻ വാട്ടർ ഒരു സാൻഡ് ഫിൽറ്റർ, മണ്ണിട്ടൊരു ഫിൽറ്ററിലോട്ട് കൊടുക്കുക. എന്തിനാണ്? ഇവിടെ നിന്ന് വന്ന വെള്ളത്തിൽ പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഫിൽറ്റർ ചെയ്യാനാണ് ഈ സാൻഡ് ഫിൽറ്ററിൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു മെയിൻ ടാങ്കിലോട്ട് കൊടുക്കുക. മെയിൻ ടാങ്ക് മെയ്ഡ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, വാട്ടർ ആഫ്റ്റർ സെർട്ടൻ ലെവൽ. ഇനി ഒരു ലെവൽ, ഒരു പരിധി കൂടുതൽ വെള്ളം അതിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അത് എന്ത് സംഭവിക്കും? മെയിൻ ടാങ്കിൽ നിന്ന് സോയിലിലോട്ട് പോയി അടിയിലോട്ട് ഗ്രൗണ്ട് വാട്ടറിലോട്ട് പോയിക്കോളും. ഇനി ആ മെയിൻ ടാങ്കിൽ നിന്ന് നമുക്ക് പമ്പ് വെച്ച് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, ഒരു വീടിൻ്റെ ഉള്ളിൽ നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഒരു ഫിഗർ. കണ്ടോ? ഈ ഒരു ട്യൂബ്സ് വെച്ചിട്ട് ഡയറക്റ്റ്ലി ചെടിയുടെ ബേസിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമാണ് നമുക്ക് ചിലവാകത്തുള്ളൂ. ഇനി റോൾ പ്ലേ ബൈഡേഴ്സ്. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വെള്ളം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ ക്ലോസ് ദ ലീക്കിംഗ് ടാപ്പ്. ലീക്കുള്ള ടാപ്പുകളൊക്കെ ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ ടേൺ ഓഫ് ടാപ്പ് വൈൽ ബ്രഷിങ്. ബ്രഷ് ചെയ്യുമ്പോൾ വെള്ളം എടുത്തിട്ട് ടാപ്പ് ഓഫ് ചെയ്യുക, അതിന് ശേഷം ബ്രഷ് ചെയ്യുക. പിന്നെ വാഷ് ചെയ്യാൻ നേരത്ത് മാത്രം പിന്നെയും ഓണാക്കുക. ഓക്കെ, ഇനി മോപ്പ് ദ ഫ്ലോർ ഇൻസ്റ്റെഡ് ഓഫ് വാഷിങ്. തുടക്കുക കഴുകുന്നതിന് പകരം. ഓക്കെ, കംപ്ലൈൻറ്റ് അബൌട്ട് ദ ലീക്കിംഗ് പൈപ്പ്സ്. വല്ല പൈപ്പ്സ് ലീക്കിംഗ് ഉണ്ടെങ്കിൽ അതിന് അതോറിറ്റീസിനോട് ഇൻഫോം ചെയ്യുക. ഓക്കെ, ഇനി എഫക്റ്റ് ഓഫ് വാട്ടർ സ്കേഴ്സിറ്റി ഓൺ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ എന്തൊക്കെ വെള്ളമില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബ്ലിച്ചിങ് ഓഫ് പ്ലാന്റ്സ്. എന്ത് ചെയ്യും? വാടിപ്പോവും. അതേപോലെ തന്നെ പ്ലാന്റ്സിന് നല്ല രീതിക്ക് വളരാൻ വേണ്ടിയിട്ട് ദേ നീഡ് വാട്ടർ ടു ഗ്രോ ആൻഡ് നറിഷ്. ഓക്കെ, നല്ല രീതിക്ക് വെള്ളം വേണം വളരാനൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെസൺ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം എളുപ്പമുള്ള ലെസണാണ്. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. മെയിൻലി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എങ്ങനെയൊക്കെയാണ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അതൊക്കെയാണ് ചോദിക്കുള്ളൂ. എളുപ്പമുള്ള ലെസണാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID യിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.